വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടുമായിട്ടുള്ള 4ാം മത്സരത്തിന് ഇന്ത്യക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. മാറ്റങ്ങൾക്ക് നിർബന്ധിതരാവുന്നു ഇന്ത്യൻ കോച്ചും ക്യാപ്റ്റനും. വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം പരാജയപ്പെട്ട് പുറത്താകുമെന്ന ഘട്ടത്തിൽ സഞ്ജുവിനെ 11ലേക്ക് തിരികെ കൊണ്ടുവന്നതുപോലെ ഇംഗ്ലണ്ടിനെതിരെ സഞ്ജുവിനെ വീണ്ടും 11ൽ ഉൾപ്പെടുത്താൻ തീരുമാനമെടുക്കുന്നു. 1-2 ഇന്നിങ്സിൽ നിറം മങ്ങിപ്പോയപ്പോൾ തൻ്റെ കളി പോരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട സഞ്ജു സാംസനെ ഇന്ത്യയുടെ മുഖം രക്ഷിക്കാൻ തന്നെയാണ് തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരം വളരെ നിർണായകം തന്നെയാണ്. ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് വീണ്ടും 11ൽ ഉൾപ്പെടുത്തുന്നതെന്നുള്ള ബോധ്യം അയാൾക്കുണ്ട്. അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത്യത്ഭുതകരമായി മികച്ച ഇന്നിങ്സുകളിലൂടെ ടീമിനെ വിജയത്തിലേക്ക് നയിച്ച പാരമ്പര്യം സഞ്ജു സാംസനുണ്ട് എന്നതു തന്നെയാണ് ക്രിക്കറ്റ് ആരാധകരെ സന്തോഷിപ്പിക്കുന്നത്. IPLലെ മികവുറ്റ പ്രകടനവുമായി ടീമിൽ ഇടം നേടിയ വൈഭവ് സൂര്യവംശിക്ക് പക്ഷേ 15 റൺസിന് മുകളിലേക്ക് 2 ഇന്നിങ്സിലും പോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈഭവ് സൂര്യവംശിയെ മാറ്റി നിർത്തപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. അതല്ലെങ്കിൽ തിലക് വർമ്മക്കായിരിക്കും പുറത്തിരിക്കേണ്ടി വരിക. എന്തായാലും ബാറ്റിംഗ് ലൈനപ്പിൽ ഇടംകയ്യന്മാരെ കുത്തി നിറച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ടീമിനില്ല എന്ന് അവസാനം കോച്ച് ഗൗതം ഗംഭീർ തുറന്നു സമ്മതിക്കുന്നു. വേൾഡ് കപ്പിൽ ഈ ഒരു അബദ്ധം ചെയ്തതാണ്, അന്ന് പരാജയം ഏറ്റുവാങ്ങിയതാണ്. അവിടെയാണ് സഞ്ജു സാംസനെ ഓപ്പണിങ്ങിൽ കൊണ്ടുവന്നത്. അതേ തെറ്റ് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിലും ആവർത്തിച്ചപ്പോൾ വീണ്ടും പരാജയം ഏറ്റുവാങ്ങുന്നു. പരാജയമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, ചരിത്രത്തിൽ ഏറ്റവും നാണം കെട്ട പരാജയമായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ. 11.4 ഓവറിൽ 76 റൺസിനാണ് ഇന്ത്യ പുറത്തായത്. 125 റൺസിൻ്റെ ദയനീയ പരാജയം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ ഏറ്റുവാങ്ങിയത്. കളിച്ച 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട് ഇനി പരമ്പര സമനിലയിലാക്കണമെങ്കിൽ ശേഷിക്കുന്ന 2 മത്സരങ്ങളും വിജയിച്ചേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് ഇന്ത്യയുള്ളത്. അവിടെയാണ് ഒരു രക്ഷകനെ ഇന്ത്യ തേടുന്നത്. ആ രക്ഷകൻ്റെ റോൾ ഏറ്റെടുക്കേണ്ടത് സഞ്ജു സാംസൺ തന്നെയാണ്. അതൊരു പക്ഷേ കാലത്തിൻ്റെ കാവ്യനീതിയായിരിക്കാം. 11ൽ ഇടം പിടിക്കാനും മികവുറ്റ പ്രകടനം കാഴ്ചവെക്കാനും സഞ്ജു സാംസന് കഴിയട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആശംസിക്കാം. പക്ഷേ ചിലത് പറയേണ്ടതുണ്ട്. 1-2 ഇന്നിങ്സിലെ മോശം ഫോം കൊണ്ട് സഞ്ജു സാംസണെയല്ല മാറ്റി നിർത്തപ്പെടേണ്ടത് തിലക് വർമ്മയെയായിരുന്നു. ഇടം കയ്യൻ ബാറ്റർമാരെ കുത്തി നിറച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇടത് വലത് ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് വരട്ടെ. വൈഭവ് സൂര്യവംശിയെ 11ൽ ഉൾപ്പെടുത്തൽ നിർബന്ധമാണെങ്കിൽ സഞ്ജുവും സൂര്യവംശിയും കൂടി ഓപ്പൺ ചെയ്യട്ടെ എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയപ്പോൾ അതൊന്നും ചെവികൊള്ളാതെ കോച്ചും ക്യാപ്റ്റനും കൂടി തോന്നിയതുപോലെ ചെയ്തപ്പോൾ ഇന്ത്യക്ക് പരാജയത്തിന് പിന്നാലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. വളരെ നാളുകൾക്ക് ശേഷം T20 ടീമിലേക്കും ക്യാപ്റ്റൻ സ്ഥാനത്തേക്കും നിയോഗിക്കപ്പെട്ട ശ്രേയാസ് അയ്യർക്ക് കാര്യമായി ഇതുവരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. തൻ്റെ ക്യാപ്റ്റൻസിയിൽ കളിച്ച മത്സരങ്ങളെല്ലാം അയർലൻഡിനോട് പോലും പരാജയപ്പെട്ട് പരമ്പര നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ഇന്ത്യ. 4ാം T20യിൽ ഇംഗ്ലണ്ടിനെതിരെ 2 മാറ്റങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. തിലക് വർമ്മയ്ക്ക് പകരമോ അതല്ലെങ്കിൽ വൈഭവ് സൂര്യവംശിക്ക് പകരമോ സഞ്ജു സാംസനെ തിരികെ കൊണ്ടുവരും. ഓൾറൗണ്ടർ ഹർഷിത് റാണയ്ക്ക് പകരം സൂര്യൻ ഷഡ്ഗയെ ഒരു പക്ഷേ ഉൾപ്പെടുത്തിയേക്കാം. ഈ 2 മാറ്റങ്ങൾക്കാണ് നാളത്തെ 11ൽ സാധ്യതയുള്ളത്. ശേഷിക്കുന്ന 2 മത്സരങ്ങളും വിജയിച്ച് സമനില പിടിക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.